മണ്ണിടിഞ്ഞ സ്ഥലത്തു നിന്ന് AK അഭിലാഷ് ചേരുന്നുണ്ട്. അഭിലാഷ്, 5-ാം ദിവസം പകൽ അവസാനിക്കുമ്പോഴും ഒരു മലയാളി യുവാവിനെ കാത്തിരിക്കുകയാണ് കേരളം. ഈ സൈന്യത്തെ രക്ഷാപ്രവർത്തനത്തിനായി ഇറക്കണമെന്ന കുടുംബത്തിന്റെ ആവശ്യം ഏറ്റവും ഒടുക്കമാണ് അംഗീകരിക്കപ്പെട്ടത്. എപ്പോഴാണ് ഈ തിരച്ചിൽ അവസാനിച്ചത്? നാളെ എത്ര മണിക്ക് തിരച്ചിൽ തുടങ്ങും? സൈന്യം എപ്പോഴെത്തും? രോഷ്നി, ഇന്ന് ഏതാണ്ട് 3 മണിയോടുകൂടിയാണ് ഈ തെരച്ചിൽ ശരിയായ ദിശയിലേക്ക് കടന്നത് എന്നാണ് കേരളത്തിൽ നിന്നെത്തിയ രഞ്ജിത്ത് അടക്കമുള്ള ആളുകൾ പറയുന്നത്. അപ്പോൾ മാത്രമാണ് റഡാർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ എവിടെയാണ് ലോറി ഉള്ളത് എന്നുള്ളത് കണ്ടെത്താൻ കഴിഞ്ഞത്. ഏതാണ്ട് 70% സാധ്യതയാണ് അതിന് കൽപ്പിക്കപ്പെടുന്നതെങ്കിൽ പോലും അവിടെ തന്നെ ആവാനുള്ള സാധ്യത തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് GPS ഒക്കെ അടിസ്ഥാനത്തിൽ, അത്തരത്തിലുള്ള സിഗ്നലുകളുടെ അടിസ്ഥാനത്തിൽ അവിടെ തന്നെ ഉണ്ടാവാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്താൻ, തെരച്ചിൽ നടത്താനും രാത്രി 10 മണി വരെ തെരച്ചിൽ തുടരാനുമുള്ള ഒരു തീരുമാനമായിരുന്നു കേരളത്തിൽ നിന്നടക്കം എത്തിയിരിക്കുന്ന ദൗത്യ സംഘത്തിന്റെ ഭാഗത്തുമുണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ദൗത്യ സംഘം അതിനെ എതിർക്കുന്ന ഒരു നിലയിലേക്ക് വന്നിരുന്നു. കാരണം മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത പരിഗണിച്ചുകൊണ്ട് തന്നെ നേരത്തെ തന്നെ തെരച്ചിൽ അവസാനിപ്പിക്കണമെന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ വന്നിരുന്നെങ്കിൽ പോലും അവരെയൊക്കെ വിശ്വാസത്തിലെടുക്കാനും അതോടൊപ്പം തന്നെ അവർക്ക് ധൈര്യം പകർന്നുകൊണ്ട് 10 മണി വരെ ഈ തെരച്ചിൽ തുടരാൻ കഴിയുമെന്നുള്ള കാര്യമായിരുന്നു കേരളത്തിൽ നിന്ന് രഞ്ജിത്ത് അടക്കമുള്ള ആളുകൾ അവരെ അറിയിച്ചത്. ഇതിനെ തുടർന്ന് ജില്ലാ ഭരണകൂടമടക്കം അതിന് അനുമതി നൽകുകയും ഇതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ അതിന്റെ മണ്ണെടുപ്പ് ഏതാണ്ട് 15 അടിയോളം ഉൾഭാഗത്തായിട്ടാണ് ഇത് കാണുന്നത്. ഏതാണ്ട് 22ഓളം അടി ഉയരത്തിൽ മണ്ണുണ്ട്. പക്ഷേ 15 അടി ഉള്ളിലേക്ക് വരുമ്പോൾ അവിടെ 9-10 അടിയോളം മാത്രമാണ് മണ്ണുണ്ടായിരുന്നത്. ആ ഭാഗത്ത് മാത്രം മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് ഈ രഞ്ജിത്തിനെ, അർജുനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്താമെന്നുള്ള ഒരു നീക്കത്തിലേക്കായിരുന്നു കാര്യങ്ങൾ പോയിരുന്നത്. പക്ഷേ അപ്പോഴാണ് കനത്ത മഴ പെയ്യുന്നത്. അതോടുകൂടി തന്നെ മുകളിൽ നിന്ന് വെള്ളം ഇറങ്ങുകയും ഈ കുഴിയിലേക്ക് വെള്ളം ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായി. ഇവിടെ ഉണ്ടായിരുന്ന രക്ഷാപ്രവർത്തകരുടെ അരയ്ക്കൊപ്പം വെള്ളം ഉയർന്നു എന്നാണ് പറയാൻ കഴിയുന്നത്. അതിനുശേഷം ചീഫ് സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തുന്നു. അതോടൊപ്പം തന്നെ IG അടക്കമുള്ള പോലീസിന്റെ ഭാഗത്തുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പോലും എത്തുന്നു. അവിടെ നിന്ന് അവരും ഈ രഞ്ജിത്ത് അടക്കമുള്ള ആളുകൾ ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഈ ദൗത്യം ഇന്നത്തേത് അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതോടൊപ്പം തന്നെ രഞ്ജിത്ത് പറയുന്നത് ഈ കാര്യത്തിൽ ചില തെറ്റുകൾ സംഭവിച്ചു, ശരിയായ ദിശയിലായിരുന്നില്ല ഇതിന്റെ തുടക്കം മുതലുള്ള ഈ നിരീക്ഷണം എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത്. അതും ചീഫ് സെക്രട്ടറിയെ പറഞ്ഞറിയിച്ചുകൊണ്ട് അത് അവരെ കൊണ്ട് അംഗീകരിപ്പിക്കാനും രഞ്ജിത്തിന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നാളെ രഞ്ജിത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു പരിശോധന തെരച്ചിൽ രാവിലെ മുതൽ 7 മണി മുതൽ നടത്തുമെന്നാണ് നേരത്തെ പറഞ്ഞത്. അതിനിടയിലാണ് ഇപ്പോൾ കരസേനയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള നീക്കമുണ്ടാകുന്നത്. കരസേന നാളെ രാവിലെയോടുകൂടി എത്തുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. കാരണം സംസ്ഥാന സർക്കാർ എപ്പോഴാണ് ഈ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. ഏതായാലും MLA പറയുന്ന അതിന്റെ അടിസ്ഥാനത്തിൽ നാളെ രാവിലെയോടുകൂടി തന്നെ കരസേന എത്തും. അങ്ങനെയാണെങ്കിൽ തെരച്ചിൽ NDRF-ഉം കരസേനയും ചേർന്ന് ഒരുമിച്ചുള്ള ഒരു തെരച്ചിലേക്കാകും പോകും. അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത്തരത്തിൽ ദുർഘടം പിടിച്ച ഈ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ അർജുന്റെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു കണിയെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അർജുനെ രക്ഷപ്പെടുത്താനുള്ള നീക്കങ്ങളിലേക്ക് തന്നെയായിരിക്കും നാളെയുള്ള തെരച്ചിലിൽ പ്രധാനമായും മുഖ്യ പങ്ക് വഹിക്കുകയും ചെയ്യാം. ഓക്കെ, AK അഭിലാഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. നാളെ കരസേന എത്തുകയാണ് തിരച്ചിലിന് വേണ്ടി. ബൽഗാം ഡിവിഷനിൽ നിന്നുള്ള കരസേന യൂണിറ്റും ഒപ്പം കാർവാറിൽ നിന്നുള്ള നാവികസേന വിഭാഗവും സംയുക്തമായി അർജുന് വേണ്ടി തിരച്ചിൽ നടത്തുമെന്നാണ് ഔദ്യോഗികമായി കർണാടക സർക്കാർ അറിയിച്ചിട്ടുള്ളത്.